ആഫിയത്തിൽ നിന്നാണ്. അതിന് കാരണം കൂടി പറഞ്ഞു, ലിഅന്നഹു ലൈസ മിൻ അമലിഹിം വലാ മിൻ കസ്ബിഹിം. കാരണം ഇത് ഈ മരിച്ചോന്റെ അമലല്ല, അവന്റെ സമ്പാദ്യമല്ല, അതുകൊണ്ട് അവനത് പ്രതിഫലം ലഭിക്കില്ല എന്ന്. എന്നിട്ടൊരു ഹദീസ് നബി പഠിപ്പിച്ചു കൊടുത്തത് കൂടി ഉദ്ധരിച്ചു. ഒരു മനുഷ്യൻ മരിച്ചാൽ അവന്റെ അമലുമായുള്ള ബന്ധം അവന് മുറിഞ്ഞുപോയി. ഇല്ലാ മിൻ സലാത്ത്, 3 കാര്യങ്ങൾ ഒഴികെ. ഏതാ 3 കാര്യങ്ങൾ? ഒന്ന്, സദഖത്തുൻ ജാരിയ, ജീവിതകാലത്ത് ചെയ്ത ഒരു സദഖ. ഇവിടെ ഒരു കിണർ കുഴിച്ചു, ആ പാവപ്പെട്ടവർക്ക് വെള്ളം കുടിക്കാൻ. അയാൾ മരിച്ചാലും ആ കിണർ ബാക്കിയായി. അയാൾ മരിച്ചാലും അതിൽ നിന്ന് വെള്ളം ആളുകൾ കുടിച്ചുകൊണ്ടിരിക്കുന്നു. അയാൾ ചെയ്ത ഒരു പ്രവർത്തനം എന്നുള്ള നിലക്ക് മരിച്ചു കഴിഞ്ഞാലും അയാളുടെ അക്കൗണ്ടിലേക്ക് ഡിവിഡൻഡ് വന്നുകൊണ്ടേയിരിക്കുകയാണ്, അയാൾക്കുള്ള വിഹിതം വന്നുകൊണ്ടേയിരിക്കുന്നു. ഇതുപോലെ ഇൽമുൻ യുൻതഫഉ ബിഹി, പ്രയോജനപ്രദമായ നാഫിആയ അറിവ്. ജീവിതകാലത്ത് ഒരാൾക്ക് ഒരു ഇൽമു പഠിപ്പിച്ചു കൊടുത്തു, അയാൾ അതനുസരിച്ച് പ്രവർത്തിച്ചു. പഠിപ്പിച്ചു കൊടുത്ത ആൾ മരിച്ചതിന് ശേഷവും അയാളിൽ നിന്ന് പഠിച്ച അറിവനുസരിച്ചാണ് ഇയാൾ പഠിക്കുന്നത്, പ്രവർത്തിക്കുന്നത്. അയാളുടെ പ്രവൃത്തി ജീവിക്കുന്നു, അയാളുടെ പ്രവർത്തനം ബാക്കിയാവുന്നു. ആ പ്രവർത്തനം ബാക്കിയാവുന്നിടത്തോളം അയാൾക്ക് അതിന് പ്രതിഫലം ലഭിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു. മൂന്നാമത്തേത് വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സാലിഹായ സന്താനം, പോറ്റി വളർത്തിയുണ്ടാക്കിയ മകൻ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ള ആ മകന്റെ പ്രാർത്ഥന അയാൾ പോറ്റി വളർത്തിയതാണ്, അയാൾ പഠിപ്പിച്ചുണ്ടാക്കിയതാണ്, അയാൾ സംരക്ഷിച്ചതാണ്, അയാളുടെ ഒരു അമലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ സാലിഹായ നല്ല മകന്റെ ഈ പ്രാർത്ഥന അയാൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഈ 3 കാര്യങ്ങളല്ലാതെ വേറെ ഒന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സഹാബത്തിനിടയിൽ മരിച്ചുപോയ ഒരാൾക്ക് കൂലി കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ മരിക്കണതിന്റെ മുമ്പ് ചെയ്യാൻ വിചാരിച്ചൊരു കാര്യം ഉണ്ടാവും, ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവൂല. അതെന്ത് ചെയ്യണം എന്ന് സംശയമുണ്ടാകും. ഒരു സ്വഹാബി വന്നു നബിയുടെ അടുക്കൽ, എന്നിട്ട് പറഞ്ഞു, ഇന്ന ഉമ്മീ മാത് തൂഫിയത്, എന്റെ ഉമ്മ മരിച്ചുപോയി. ലൗ തകല്ലമത് തസദ്ദഖത്, ആ നേരത്ത് മിണ്ടാൻ കയ്യായിരുന്നെങ്കിൽ ഉമ്മ സ്വതക്ക ചെയ്യുമായിരുന്നു. പക്ഷേ ആ നേരത്ത് മിണ്ടാൻ കഴിഞ്ഞില്ല. അപ്പൊ ഇത് ഈ മകനെങ്ങനെ മനസ്സിലായി? ഉമ്മ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവണം, ഇങ്ങനെ ഞാൻ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് ഇന്നത് സ്വതക്ക ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അത് പറഞ്ഞ് സ്വതക്ക ചെയ്യണം എന്ന് പറയാൻ കഴിയാതെയാണ് മരിച്ചുപോയത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? മുണ്ടാൻ കഴിയാത്തത് കൊണ്ടല്ലേ, ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ലേ, അതുകൊണ്ട് നീ അത് ചെയ്തോളൂ, അതിന്റെ പ്രതിഫലം ഉമ്മക്ക് കിട്ടും എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഹജ്ജ് നിർബന്ധമായിരുന്നു എന്റെ ഉമ്മക്ക്. അഫഅഹുജ്ജു അൻഹ, ഞാൻ എന്റെ ഉമ്മാക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാൻ പറ്റുമോ? നബിയുടെ ചോദ്യം. ഉമ്മാക്ക് ഒരു കടം ഉണ്ടായിരുന്നുവെങ്കിൽ ആ കടം നീ വീട്ടുവോ? തീർച്ചയായും ഞാൻ വീട്ടും. ഫദൈനുല്ലാഹി അഹഖു അൻ യുഖ്ദാ, എങ്കിൽ അള്ളാന്റെ കടാണല്ലോ മറ്റുള്ളവരെ കടത്തെക്കാൾ വീട്ടാൻ ഏറ്റവും അർഹത ഉള്ളത്. നീ ഉമ്മാക്ക് വേണ്ടി ആ ഹജ്ജ് നീ നിർവഹിച്ചോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇങ്ങനെ എത്രത്തോളം ആവാം എന്നുള്ളത് നബി എന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇതിന്റെ മറ പിടിച്ചിട്ട് നമ്മളെ വക പിന്നെ അതിക്ക് കൂട്ടിച്ചേർക്കുക, പിന്നെ അത് പറ്റുമോ, പിന്നെ ഇത് പറ്റുമോ, അങ്ങനെ ആയിക്കൂടെ, 40 കഴിച്ചൂടെ, 90 കഴിച്ചൂടെ, ആണ്ട് കഴിച്ചൂടെ, 14 കഴിച്ചൂടെ, 7 കഴിച്ചൂടെ, 3 കഴിച്ചൂടെ. ചില സ്ഥലത്തൊക്കെ ഉള്ള സങ്കടം എന്താണെന്നറിയാം നിങ്ങൾ. ഇവിടെ പിന്നെ മലേഷ്യയിലൊക്കെ പോയ ആളുകൾക്കറിയാം, അവിടെ ഒരാൾ മരിച്ചാൽ മയ്യത്തുംകട്ടിൽ പിടിക്കണമെങ്കിൽ നല്ല 4 പോത്തിനെ അറുത്തിട്ട് ശാപ്പാട്, ആ വീട്ടിൽ നിന്ന് ശാപ്പാട് കഴിച്ചിട്ടേ മയ്യത്തുംകട്ടിൽ പിടിക്കുള്ളൂ. ഇങ്ങനത്തെ സ്ഥലങ്ങൾ ഇന്നും മുസ്ലിമീങ്ങൾക്കിടയിൽ ഇത്തരം സമ്പ്രദായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഇത് പാടില്ലാത്ത സംഗതിയാണ്. അപ്പൊ ഖുർആൻ ഓതിയിട്ട് അവർക്ക് കൂലി ഹദിയ ചെയ്താൽ അവർക്കത് കിട്ടില്ല. ഇത് ഞാൻ രണ്ടാമത് വിശദീകരിക്കാം. നോക്കൂ, ഇത് ഇമാം ഷാഫിഈ, ഇമാം നവവി ഇവരൊക്കെ പറഞ്ഞു. വഖ്തലഫൽ ഉലമാഉ ഫീ വുസൂലി സവാബിൽ ഖിറാഅത്തി ഇലൽ മയ്യിത്തി ഫൽ മശ്ഹൂറു മിൻ മദ്ഹബി ഷാഫിഈ വജമാഅ അന്നഹാ ലാ തസിലു. ഒരു പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്.
പക്ഷെ ശാഫിഈ മദ്ഹബിലെയും ഒരു കൂട്ടം മറ്റ് വിഭാഗങ്ങളിലെയും പണ്ഡിതന്മാരുടെ പ്രസിദ്ധമായ സ്വീകാര്യമായ അഭിപ്രായം, മഷ്ഹൂറായ അഭിപ്രായം, അതിന്റെ കൂലി അവർക്ക് ലഭിക്കില്ല എന്നാണ് എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഇനി അതിനേക്കാൾ വലിയ ഈ കാര്യം വിശദീകരിച്ചിട്ട് ഇമാം ആലൂസി പറഞ്ഞത് ഫലാ സവാബ ഫീ ഹാലിൽ മയ്യിതി വലാ ലിൽ ഖാരിഇ അസ്ല. ഈ മരിച്ചെടുത്ത് ഓതുന്നോണ്ട് മയ്യത്തിനും കൂലി കിട്ടൂല, ഓതുണോനും കിട്ടൂല. ഓതുണോന് കിട്ടൂല എന്ന് പറഞ്ഞാലും ഇതിപ്പോ സാധാരണ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടാണല്ലോ ചെയ്യിക്കാറുള്ളത്. അവനാനല്ലല്ലോ ചെയ്യണത്, അവനാന്റെ മക്കളും അല്ല ചെയ്യുക. ഇതിനായിട്ട് വേറെ ചില ആളുകളാണ്, അവർക്ക് എന്തെങ്കിലും കൊടുക്കണം, അതവർക്ക് കിട്ടൂ, അത് കിട്ടൂല എന്നല്ല. അള്ളാന്റെ അടുത്ത് നിന്ന് അവർക്ക് കൂലി കിട്ടൂല. അതേപോലെ തന്നെ മയ്യത്തിനും കൂലി കിട്ടൂല. കാരണം എന്താ? ഈ ഓതിയ ആളെ ഉദ്ദേശം പടച്ചോനെ ഈ ഓത്തിന് എനിക്ക് കൂലി തരണേന്നാണോ? അല്ല. അയാൾക്ക് വേണ്ടി ഓതൂല, നേരെ മറിച്ച് ഒരാൾ മരിച്ചാൽ ഓതും, ആ ഓതുണീന് എന്തെങ്കിലും കിട്ടും, അത് വാങ്ങും ചെയ്യും. അതല്ലാതെ അള്ളാന്റെ ഇരുന്ന അയാൾക്ക് കൂലി കിട്ടൂല, കാരണം അയാളുടെ നിയ്യത്ത് അയാൾക്ക് കൂലി കിട്ടണം എന്നല്ല. 2, ഇത് മയ്യത്തിന്റെ അമലല്ല, അതുകൊണ്ട് മയ്യത്തിനും കൂലി കിട്ടൂല. ഇബ്ലീസിന് ഇതിനേക്കാൾ തൃപ്തിയുള്ള പണി വേറെ എന്തെങ്കിലും ഉണ്ടോ? മനുഷ്യനെ കൊണ്ട് പണിയെടുപ്പിക്കുക, അതിനൊരു ഉപകാരവും പ്രതിഫലവും കിട്ടാതെയായി പോവുക. അതുകൊണ്ട് ഇങ്ങനെ ഓതിക്കോട്ടെ. മറ്റതോ ഖുർആൻ ഓതാൻ സമയം കിട്ടലുണ്ട്? നമുക്ക് കിട്ടലില്ല. പിന്നെ നമ്മൾക്ക് ഖുർആനെ ബഹുമാനിച്ച് പട്ടിൽ പൊതിഞ്ഞ് അതിങ്ങനെ നമ്മൾ ഷെൽഫിൽ ഇങ്ങനെ ഷോക്കേസിൽ വെച്ചിട്ടുണ്ടാവും. പിന്നെ വുളു ഉണ്ടെങ്കിലേ തൊടാൻ പറ്റൂ. വുളു നമുക്ക് ഉണ്ടാവൂല, അതുകൊണ്ട് തൊടാൻ കഴിയലുമില്ല. പിന്നെ അത് വുളു ഉണ്ടായി ഒന്ന് തൊടലെപ്പോഴാ? വീട്ടിലാരെങ്കിലും ഒന്ന് മരിക്കണം, അപ്പൊ എടുത്ത് തൊട്ടാ ഇബ്ലീസിന് ഒരു കുഴപ്പമില്ല. കാരണം ആ ഓത്തുകൊണ്ട് ഓതുണോനും കൂലില്ല, മയ്യത്തിനും കൂലില്ല. നോക്കൂ നിങ്ങൾ, ഇമാം ആലൂസി ഇങ്ങനെ പറഞ്ഞുവെങ്കിൽ മറ്റൊരു ഷാഫിഈ പണ്ഡിതൻ പറഞ്ഞത്, ഇസ്സുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം പറഞ്ഞത് കുറച്ചുകൂടി വ്യക്തമായിട്ടാണ്. അദ്ദേഹം പറഞ്ഞത് വളരെ ബുദ്ധിശൂന്യമായൊരു പണിയാണിത് എന്നാണ്. കാരണം അദ്ദേഹം പറഞ്ഞത് എന്താ അറിയോ? സാധാരണ ചില പ്രസംഗത്തിന്റെ തുടക്കത്തിലൊക്കെ ഇങ്ങനെ ഫാത്തിഹ ഓതിയിട്ട് അതിന്റെ കൂലി ഇങ്ങനെ പിന്നെ ഇന്ന ആൾക്ക് കൊടുക്കണം, ഇന്ന ആൾക്ക് കൊടുക്കണം എന്ന് പറയലുണ്ടല്ലോ. അതാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത്. ഈ പാർസൽ ചെയ്യണ ഏർപ്പാട്, ഇലാ ഹദറത്തി റൂഹി സയ്യിദിനാ ومولانا محمد صلى الله عليه وسلم الفاتحة എന്ന് പറഞ്ഞിട്ടാണ് ഫാത്തിഹ വിളിക്കുക. നമ്മുടെ നബിയുടെ റൂഹിന്റെ ഹദറത്തിലേക്ക് എന്ന് പറയും. വേണമെങ്കിൽ പിന്നെ സുമ്മ ഇലാ ഹദറാത്തി അർവാഹിൽ അംബിയാഇ വൽ ഔലിയാഇ എന്നിട്ട് മറ്റുള്ള അംബിയാ ഔലിയാക്കന്മാരതൊക്കെ ആവും പറയും. അങ്ങനെ ഫാത്തിഹ ഓതി ഇഖ്ലാസ് ഓതി മുഅവ്വദതൈനി ഓതി കഴിഞ്ഞാൽ അല്ലാഹുമ്മ ഔസിൽ مثل ثواب ما تلوته على روحي إلى روحي سيدنا ومولانا محمد صلى الله عليه وسلم خاصة ثم إلى حضرات جميع أرواح الأنبياء والأولياء എന്ന് പറഞ്ഞിട്ട് പറയാ, പടച്ചോനെ ഞാൻ ഓതിയ ഈ ഫാത്തിഹന്റെ കൂലി മുഹമ്മദ് നബിയുടെ റൂഹിന്റെ ഹദറത്തിലേക്ക് മാത്രമായി നൽകണേ. ഞാൻ ഓതിയ ഈ ഫാത്തിഹന്റെ തന്നെ കൂലി വേറെ എല്ലാ മരിച്ചുപോയ അംബിയ ഉലിയ ശുഹദാ സാലിഹീങ്ങളും മശായിഖീങ്ങളും ഉസ്താദുമാരും ഇന്നലെ മരിച്ച ഉസ്താദിനടക്കം കൊടുക്കണേ എന്ന് പറയും. ഇതെങ്ങനെ ഉൾക്കൊള്ളുക? 500 രൂപയുടെ നോട്ടെടുത്തിട്ട് ഞാൻ പറയാം, അബൂബക്കർ വാ, ഇത് നിനക്ക് മാത്രമാണ് എന്നിട്ട് പറയാ, ഇത് ഇവിടെ കൂടിയ 2000 ആളുകൾക്കും കൂടിയുള്ളതാണ്. എന്താ അബൂബക്കർ ചെയ്യുക? അതുകൊണ്ട് ഇതൊരു മനുഷ്യ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന പണിയാണോ? അല്ല. 1. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത്, കൂലി കൊടുക്കുക എന്നുള്ളത് നമ്മളെ പണിയാണോ? ഞാൻ ഓതിയതിന്റെ കൂലി അങ്ങോട്ട് കൊടുക്ക്, ഇങ്ങോട്ട് കൊടുക്ക്, അത്ര കൊടുക്ക്, ഇത്ര കൊടുക്ക്, നമ്മളെ പണിയാ? പണിയെടുക്കലാണ് നമ്മുടെ ബാധ്യത. കൂലി കൊടുക്കുന്നവൻ അള്ളയാണ്. ഇത് അള്ളാന്റെ അധികാരത്തിൽ തസറുഫ്, അള്ളാന്റെ അധികാരത്തിൽ കൈയിടലാണ്, കൈകാര്യം ചെയ്യലാണ്. അത് പാടില്ലാത്തതാണ്. അപ്പൊ ഇങ്ങനെ വളരെ വിശദമായി പണ്ഡിതന്മാർ ഇത് ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഥവാ നബിയിൽ നിന്ന് സഹാബ താബീങ്ങളിലൂടെ കൈമാറി വന്ന ആചാരം എന്നുള്ള നിലക്കാണ് പലരും ധരിച്ചത്. ഇത് സച്ചരിതരായ മുൻഗാമികളുടെ പാതയിൽപ്പെട്ടതല്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ശരി, ഇതുപോലെ മയ്യിത്തുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യമാണ് മരിച്ച അന്ന് അല്ലെങ്കിൽ 3-ന്, 7-ന്, 14-ന് ഈ ചാവടിയന്തരം കഴിക്കുക എന്ന സമ്പ്രദായം. ഒരു ബിദ്അത്ത് വരുമ്പോൾ ഒരു സുന്നത്താണ് പോകുക അവിടെ. അതും സാധാരണ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഉദാഹരണം, റസൂലുള്ളാഹിന്റെ കാലത്ത് ഇങ്ങനെ ഒരു മാതൃക അല്ല.
നബി ഇത് പഠിപ്പിച്ചിട്ടില്ല, സഹാബത്ത് ഇങ്ങനെ ചെയ്തിട്ടില്ല. എന്നാൽ നബി പഠിപ്പിച്ചത് തിരിച്ച. ഇപ്പോൾ ഒരു യുദ്ധത്തിൽ ജഅഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു രക്തസാക്ഷിയായി. ആ കുടുംബം ആകെ വിഷമത്തിലായി. അവർക്ക് പിന്നെ ഭക്ഷണം കഴിക്കണമെന്നോ മറ്റുള്ള ചിന്തയില്ല. റസൂലുള്ള പറഞ്ഞു, ഇസ്നഉ ലി ആലി ജഅഫരിൻ തആമ ഫഇന്നഹു ഖദ് അതാഹും മാ യുശ്ഗിലുഹും. ജഅഫറിന്റെ കുടുംബത്തിന് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കണം. അവിടെ ഭക്ഷണം ഉണ്ടാക്കി നിങ്ങൾ എല്ലാവരും പോയി അവിടെ പോയി കഴിക്കണമെന്നല്ല, നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി അവിടെ കൊണ്ടുപോയി കൊടുക്കണം. കാരണം അവർക്ക് ഭക്ഷണത്തെപ്പറ്റി ഓർക്കുന്ന അവസ്ഥയല്ല, അതിനേക്കാൾ വലിയ ഒരു ചിന്തയിലാണ്, വിഷമത്തിലാണ് അവർ അകപ്പെട്ടിരിക്കുന്നത് എന്ന്. ഇതാണ് നബിന്റെ മാതൃക. ആ സുന്നത്താണ് പോയിട്ട് ബിദ്അത്താ വന്ന് ആ വരിയിൽ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കഴിക്കണം എന്നുള്ളത്. എന്നാലും മരിച്ച വീട്ടിൽ ഒരുമിച്ച് കൂടി അവിടെ ഭക്ഷണമുണ്ടാക്കി കഴിക്കുന്ന സമ്പ്രദായം സഹാബത്തിന്റെ ഇജ്മാ എന്താണെന്നറിയോ? സലഫിന്റെ പാത എന്താണെന്നറിയോ? عن جرير بن عبد الله البجلي رضي الله تعالى عنه قال كنا نعد الاجتماع إلى أهل الميت وصنعة الطعام من النياحة. ജരീർ റളിയല്ലാഹു അൻഹു പറയാം, മയ്യിത്തിന്റെ വീട്ടിൽ ഒരുമിച്ച് കൂടുന്നതും അവിടെ ഭക്ഷണമുണ്ടാക്കി കഴിക്കുന്നതും നബി ഹറാമാക്കിയ നിയാഹത്തിലാണ് ഞങ്ങൾ എണ്ണി വന്നിരുന്നത്. നിയാഹത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾ മരിച്ചാൽ ബന്ധുക്കളൊക്കെ കൂടി നെഞ്ഞിനടിച്ച് വസ്ത്രം കീറിപ്പറിച്ച് ആർത്ത് കരയുന്ന സമ്പ്രദായം. ഇത് ഹറാമാണ്, നബി വിരോധിച്ചു. ജാഹിലിയത്തിന്റെ അവശിഷ്ടങ്ങളാണ്, പാടില്ല. ഈ കൂട്ടത്തിലാണ് മരിച്ച വീട്ടിൽ എല്ലാവരും വന്ന് അവിടെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നതിനെ സഹാബികൾ അങ്ങനെയാണ് നിയാഹത്തിൽ ഹറാമായിട്ടാണ് എണ്ണിയിരുന്നത്. ഇത് മുൻഗാമികളുടെ പാത സംസാരിക്കുമ്പോൾ എനിക്ക് പറയാതിരിക്കാൻ വയ്യ, അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇത് ഖുർആനിലുമില്ല ഹദീസിലുമില്ല. ഖുലഫാഉർ റാഷിദീങ്ങൾ ചെയ്തിട്ടില്ല, സഹാബികൾ ചെയ്തിട്ടില്ല. സഹാബത്ത് ഇതിനെ എണ്ണിയത് ഹറാമിന്റെ കൂട്ടത്തിലാണ് എന്നർത്ഥം. നമ്മളെ നാട്ടിലൊക്കെ കാണുന്ന ഒരു ചെറിയ ഫിഖഹിന്റെ കിതാബ ഇആനത്തു താലിബീൻ, പൊന്നാനിയിലെ മഖ്ദൂം തങ്ങൾ എഴുതിയ ഫത്ഹുൽ മുഈന്റെ ഹാഷിയാണ്. ആ ഇആനത്തു താലിബീനിൽ തന്നെ കാണാം 4 മദ്ഹബിലെ മുഫ്തിമാരുടെയും ഫത്വ. ഇത് ബിദ്അത്തും മുൻകറ, മുൻകറത്തായ നിഷിദ്ധമായ ബിദ്അത്താണ് ഇത്. ഏത്? ചാവടിയന്തരം കഴിക്കുക എന്നുള്ളത്. വയുസാബു വാലിൽ അംരി അലാ മൻഇഹ. നാട്ടിലെ കാരണവന്മാര്, അധികാരമുള്ളവർ ചാവടിയന്തരം കഴിക്കുന്നത് തടഞ്ഞാൽ തടഞ്ഞതിന്റെ പേരിൽ അവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ലഭിക്കും എന്ന് വരെ അഹ്മദ് സൈനി ദഹ്ലാൻ എന്ന ഷാഫിഈ മുഫ്തിയും ഹനഫി മുഫ്തിയും ഹംബലി മുഫ്തിയും മാലിക്കി മുഫ്തിയും 4 മദ്ഹബിലെ മുഫ്തിമാരും ഏകകണ്ഠമായി ഫത്വ നൽകിയിട്ടുള്ള വിഷയമാണ് ഇത് എന്നർത്ഥം. ഇനിയോ മരിച്ച ആളൊരു ഭേദപ്പെട്ട ആളാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, അല്ലെങ്കിൽ ഭേദപ്പെട്ട ആളാക്കിയ ചില ഗുണമുണ്ട് എന്ന് തോന്നിയാൽ, പിന്നെ ആ ഖബറൊന്ന് കുമ്മായിട്ട് അതിന്റെ മുകളിൽ ചെറിയൊരു കെട്ടിടമുണ്ടാക്കി അതിന്റെ മുകളിൽ ഒരു കുബ്ബയുണ്ടാക്കി അവിടേക്ക് നേർച്ചകൾ ഒഴുകിയെത്തലായി, അവിടെ ജാറം മൂടലായി, അവിടെ തിരികത്തിച്ചു വെക്കലായി, അവിടെ പ്രാർത്ഥനയായി, അവിടെ ഇടതേട്ടമായി, ഇങ്ങനെ ശിർക്ക് 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 പലതരത്തിലുള്ളത് അവിടെ സംഭവിക്കുകയാണ്. ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞത് ഇത് സഹാബത്തിന്റെ ഇടയിൽ ഉള്ള കാര്യമല്ല. റസൂലുള്ള പറഞ്ഞത് ഹദീസിൽ കാണാം, ഖബറ് കെട്ടിപ്പൊക്കുന്നതും അതേപോലെ കുമ്മായമിടുന്നതും അതിന്റെ മുകളിൽ എഴുതി വെക്കുന്നതും നബി വിരോധിച്ചിട്ടുണ്ട് എന്ന്. മക്ക ഫതഹിന്റെ അന്ന് അലി ബിൻ അബി താലിബിനെ നബി വിളിച്ചു, അലി ഇങ്ങോട്ട് വാ. എന്നിട്ട് പറഞ്ഞത് എന്താണെന്നറിയോ? നീ ഇതിലെങ്ങനെ പോയി നോക്ക്. അല്ലാ തദഅ തിംസാലൻ ഇല്ലാ തമസ്ത വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈത. വല്ല പ്രതിഷ്ഠകളും കാണുന്നുവെങ്കിൽ അത് നീ നീക്കം ചെയ്യണം. വല്ല ഖബറുകളും പൊങ്ങി നിൽക്കുന്നത് കണ്ടാൽ അത് നീ പൊളിച്ചു കളയണം എന്നായിരുന്നു അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന. അലി ഇബ്നു അബി താലിബ് ഖലീഫയായിരുന്ന സന്ദർഭത്തിൽ അദ്ദേഹം അബുൽ ഹയ്യാജുൽ അസദിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞത്, അലാ അബ്അസുക അലാ മാ ബഅസനി ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാ തദഅ തിംസാലൻ ഇല്ലാ തമസ്ത വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈത. നബി എന്നെ എന്തൊരു കാര്യം ചെയ്യാൻ ഏൽപ്പിച്ചുവോ
ആ കാര്യം ചെയ്യാൻ നിന്നെ ഞാൻ ഏൽപ്പിക്കട്ടെയോ? വല്ല പ്രതിഷ്ഠകളും കണ്ടാൽ അത് നീ നീക്കം ചെയ്യാൻ, വല്ല ഖബറുകളും പൊങ്ങി നിൽക്കുന്നത് കണ്ടാൽ അത് നീ പൊളിച്ചു നീക്കണം എന്ന്. ഇതാണ് സഹാബത്തിന്റെ മാർഗം, ഇതാണ് സച്ചരിതരായ മുൻഗാമികളുടെ മാർഗം. അതാണ് നമ്മൾ പിൻപറ്റേണ്ടത്, ഖബറ് കെട്ടിപ്പൊക്കലല്ല എന്നർത്ഥം. ഇതുപോലെ തന്നെ മഹാനായ ഇമാം ഷാഫി അദ്ദേഹത്തിന്റെ അൽ ഉമ്മ് എന്ന ഗ്രന്ഥം, അതിന്റെ ആദ്യത്തെ വാള്യത്തിൽ തന്നെ നോക്കിയാൽ കാണാം, അദ്ദേഹം പറയുന്നത് വറഅയ്തു മിനൽ വുലാത്തി ഫി മക്ക, മക്കയിലെ ഗവർണർമാർ വല്ല ഖബറും പൊങ്ങിയത് കണ്ടാൽ അത് പൊളിച്ചു കളയാറുണ്ടായിരുന്നു. പണ്ഡിതന്മാരാരും ആ പ്രവർത്തനത്തെ ആക്ഷേപിക്കുന്നതായി ഞാൻ കേട്ടിട്ടേയില്ല എന്ന് പറഞ്ഞാല് പണ്ഡിതന്മാര് കിതാബിലുള്ളതാണല്ലോ പറയുക, അവര് സഹാബത്തിൽ നിന്ന് താബീങ്ങളിലേക്ക് കൈമാറി വന്നതാണല്ലോ അവർ കണ്ടു ശീലിച്ചത്. അത് ഖബറ് കെട്ടിപ്പൊക്കാൻ പാടില്ല എന്നുള്ളത് തന്നെ. അതുകൊണ്ടാണ് ഭരണാധികാരമുള്ള ഗവർണർമാര്, അമീർമാര് അത് പൊളിച്ചു കളഞ്ഞിരുന്നത്, പണ്ഡിതന്മാര് അതിന് അനുവാദം നൽകിയിരുന്നത് എന്നുള്ളതാണ് ഇമാം ഷാഫിഈ രേഖപ്പെടുത്തുന്നത്. ഇതുപോലെ ഒട്ടനവധി നമുക്ക് കാണാം. അങ്ങനെ തെളിവുകളൊന്നും കൂടുതൽ പറയേണ്ടതില്ലല്ലോ. ഞാനിവിടെ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് സച്ചരിതരായ മുൻഗാമികളുടെ പാതയാണല്ലോ. അപ്പൊ ഈ കാരണത്താൽ തന്നെ ഒരു ഖബറ് കെട്ടിപ്പൊക്കിയിട്ട് അവിടെ ഒരു ഏർപ്പാട് പോലെ ആരും നടത്തിയിട്ടില്ല. എത്ര സഹാബികൾ മരിച്ചുപോയി. ആ സഹാബികളുടെ ഖബറിന്റെ മുകളിൽ അങ്ങനെ വല്ലൊരു ഏർപ്പാട്, പൊരണ്ടാക്കി കുബ്ബുണ്ടാക്കി ഉണ്ടായിട്ടില്ലല്ലോ. സഹാബത്തിന്റെ മാതൃകയല്ലാതെ ആണെങ്കിലും മദീനത്ത് അവിടെ എത്ര കുബ്ബ വേണം, എത്ര തങ്ങന്മാര് മഹാന്മാരാണ് അവിടെ ഉള്ളത്. അബൂബക്കർ തങ്ങള്, ഉമർ ബിൻ ഖത്താബ് തങ്ങള് തുടങ്ങിയിട്ടുള്ളവർ റസൂലുള്ളാന്റെ കൂടെയാണെങ്കിലും ബാക്കിയുള്ള ഖലീഫമാരും അതേപോലെ തന്നെ മറ്റുള്ള പ്രഗത്ഭരായ സഹാബികളുടെയും ഖബറുകളില്ലേ എവിടെയൊക്കെയുണ്ട്. അവിടെ ഒറ്റൊന്നു പോലും, ഒരു പേരിന് പോലും ചൂണ്ടിക്കാണിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. ആ പ്രദേശം അങ്ങനെ തന്നെ നിലനിർത്തി പോന്നിട്ടുണ്ട്. ഇടക്കാലത്ത് ആരെങ്കിലും ശ്രമിച്ചുവെങ്കിൽ അത് ഇമാം ഷാഫി പറഞ്ഞ പോലെ അത് പൊളിച്ചു കളഞ്ഞിട്ടുണ്ട് പണ്ഡിതന്മാരും അതേപോലെ ഉദ്യോഗസ്ഥന്മാരും ചേർന്നുകൊണ്ട് തന്നെ. ഈ ഒരു മാതൃകക്ക് വിരുദ്ധമായത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. എന്നാൽ നിങ്ങൾ നോക്കി, ഇപ്പൊ ഞാൻ ഇവിടെ പൊന്നാനിന്റെ അടുത്ത് മാറഞ്ചേരി എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ജോലി ചെയ്തിരുന്ന കാലത്ത് പുതുപൊന്നാനിയിൽ ഒരു ജഡം വന്ന, 2 ജഡം, ഒരാണിന്റെയും പെണ്ണിന്റെയും. അത് ആ ജഡം ആണിന്റേത് ഇൻക്വസ്റ്റ് നടത്തി എടുത്തുകൊണ്ടുപോയി. എന്നാൽ പെണ്ണിന്റെ ജഡം അങ്ങേയറ്റം ജീർണിച്ചത് കൊണ്ട് എടുത്തുകൊണ്ടുപോകാനായില്ല. അവിടെ തന്നെ മറമാടാൻ പറഞ്ഞ് അവർ പോയി. ആ മറമാടിയ ജഡം ആരതാന്നറിയില്ല. പക്ഷെ അവിടെ കടവ് ഇങ്ങനെ ഏകദേശം തോണി കുത്തി ജീവിച്ചിരുന്ന ആളുകൾക്ക് ആ കടവ് അവസാനിക്കാണ്. വെളിയങ്കോട് പുതുപൊന്നാനി പാലം വന്നാൽ പിന്നൊരു മാർഗമല്ല. അപ്പൊ ആർക്കോ തോന്നി, അല്ലാഹു ആലം, ഇത് നമ്മളിങ്ങനെ ഒരു ജാറാക്കി മാറ്റിയാലോ. അപ്പൊ മാലപ്പാട്ടുണ്ടാക്കി, പാട്ട് കെട്ടാൻ അറിയുന്ന ആളുകളെ കൊണ്ട് പാട്ട് കെട്ടിച്ചു. ഊരും പേരറിയില്ല, ശുഹ്റത്തൊട്ടും കുറവില്ല. നോക്കൂ, ഊരും അറിയില്ല, പേരും അറിയില്ല. ഈ ബീവിന്റെ പേരും നമുക്കറിയില്ല. ഊരങ്കേന്ന് സാധാരണ ഇവിടെ ചിലർ പറയലോ, ആ ഊരും അറിയില്ല. വീടോ പൊരേ നാടോ പേരോ ഒന്നും അറിയില്ല. ഏതൊരു അജ്ഞാത ജഡാണ്. അങ്ങനെ പറഞ്ഞിട്ട് കൊടുത്തിട്ട് ശുഹ്റത്തൊട്ടും കുറവില്ല, എന്നാൽ പ്രസിദ്ധിക്കൊരു കുറവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് മാല ഉണ്ടാക്കിയത്. അപ്പോ ഞങ്ങളെപ്പോലത്തെ ആളുകൾ ഈ കാര്യം ജനങ്ങളെ ബോധവൽക്കരിക്കാൻ തുടങ്ങി. കണ്ടോ, ഇതെങ്ങനെ നമ്മൾ ഔലിയാണ് ബീവിയാണ് എന്നൊക്കെ പറയാ, ഇതാരാന്ന് തന്നെ അറിഞ്ഞുകൂടല്ലോ. ഇവിടെ 2 ജഡം വന്നത് നമുക്കൊക്കെ അറിഞ്ഞുകൂടെ, പിന്നെ പേരും അറിയില്ല, ഊരും അറിയില്ല, പിന്നെ എങ്ങനെ ബീവിയാണെന്ന് നമ്മൾ പറയാ എന്ന് പറഞ്ഞപ്പോ കുറെ ആളുകൾ ചിന്തിക്കാൻ തുടങ്ങി. അപ്പൊ വേറൊരു മാല ഉണ്ടാക്കി, പുതിയ മാല, ഫാത്തിമത്തു സുഹ്റ എന്ന് പറഞ്ഞിട്ട് ബീവിക്ക് മുഹമ്മദ് നബിയുടെ ഓമന പുത്രിയുടെ പേര് തന്നെ ഇട്ടുകൊടുത്തുകൊണ്ടാണ് ആ ബീവിന്റെ അടുത്തേക്ക് നേർച്ചയായിട്ട് വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ആളുകൾ വരാൻ തുടങ്ങിയത്. നോക്കുങ്ങൾ, അള്ളാഹ് പറഞ്ഞത് എത്ര സത്യമാണ്. ഖുർആൻ അത് നമുക്ക് ജീവിക്കുന്ന തെളിവ് തരുന്നു. എന്താണെന്നറിയോ, അള്ളാഹ് പറഞ്ഞ പോലെ ഇവിടെ കാണുക, ഇൻ ഹിയ ഇല്ലാ അസ്മാഉൻ സമ്മൈതുമൂഹാ അൻതും വആബാഉകും. അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഇവരുണ്ടല്ലോ, നിങ്ങളും നിങ്ങളുടെ പിതാക്കളും ഇട്ട പേരാണത്. അള്ളാഹ് ഒരു തെളിവും ഇതിന് നൽകിയിട്ടില്ല. മുനമ്പത്തെ ബീവി ഫാത്തിമത്ത് സുഹറയാണെന്നതിന് വല്ല തെളിവുമുണ്ടോ? വല്ല തെളിവും അള്ളാഹ് നൽകിയിട്ടുണ്ടോ? വേറെ വല്ല വിശ്വാസയോഗ്യമായ തെളിവുമുണ്ടോ?
ഇൻ ഹിയ ഇല്ലാ അസ്മാഉൻ സമ്മൈതുമൂഹാ അൻതും, നിങ്ങൾ വിളിച്ച പേരാണത്, നിങ്ങളുടെ ഉപ്പമാര് വിളിച്ച പേരാണത്. മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ, അല്ലാഹ് ഒരു തെളിവും അതിന് ഇറക്കിയിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് സത്യമല്ലേ? ഇനി അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളോ വതജിബുൽ മുബാദറതു ലിഹദ്മിഹാ വഹദ്മിൽ ഖുബാബില്ലതി അലൈഹാ ഇദ് ഹിയ അളറു മിൻ മസ്ജിദിൽ ളിറാർ ലിഅന്നഹാ ഉസ്സിസത് അലാ മഅസിയതി റസൂലില്ലാഹ്. ഇബ്നു ഹജർ അൽ ഹൈതമി ഷാഫി പണ്ഡിതനാണ് പറയുന്നത്, ഖബറിന്റെ മുകളിൽ കെട്ടിപ്പൊക്കിയ കുബ്ബ പൊളിച്ചു കളയൽ നിർബന്ധമാണ്, അതിന് ധൃതി കാണിക്കേണ്ടതാണ്. കാരണം മസ്ജിദുൽ ളിറാറിനേക്കാൾ അപകടകരമാണത് എന്നാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. മാത്രവുമല്ല, അസ്സവാജിർ എന്ന ഗ്രന്ഥത്തിൽ ഇബ്നു ഹജർ അൽ ഹൈതമി പ്രസിദ്ധ ഷാഫി പണ്ഡിതൻ മഹാപാപങ്ങൾ എണ്ണി വരുമ്പോൾ 93 മുതൽ 98 വരേക്കുമുള്ള മഹാപാപങ്ങൾ, ഖബർ കെട്ടിപ്പൊക്കലും അതിന്റെ മുകളിൽ കുബ്ബയുണ്ടാക്കലും അവിടെ എടുപ്പുണ്ടാക്കലും ജാറം മൂടലും നേർച്ചയാക്കലും തിരികത്തിച്ചു വെക്കലും മഹാപാപങ്ങളായിട്ട് ഷാഫി പണ്ഡിതന്മാർ വരെ ഇബ്നു ഹജറിനെ പോലുള്ളവർ വരെ എണ്ണിപ്പറഞ്ഞുവെങ്കിൽ സഹോദരങ്ങളെ, ഇത് സച്ചരിതരായ മുൻഗാമികളുടെ മാതൃകയല്ല, ഇമാം ഷാഫി പോലും പഠിപ്പിച്ചതല്ല, ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാർ അംഗീകരിക്കുന്ന കാര്യങ്ങളല്ല എന്നുള്ള വസ്തുത കൂടി നാം മനസ്സിലാക്കണം. ശരി, തൗഹീദുമായി ബന്ധപ്പെട്ട ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ശിർക്കിലേക്ക്, അനാചാരത്തിലേക്ക്, ശിർക്കിലേക്ക്, ബിദ്അത്തിലേക്ക് നയിക്കുന്നത് ഞാൻ സൂചിപ്പിച്ചു. ഇനി മുഹമ്മദുൻ റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്റെ സംസാരം ഇനി ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. റസൂലുള്ള അള്ളാഹുവിന്റെ ദൂതനാണ്, ഈ വിശ്വാസമാണ് സഹാബത്തിനുണ്ടായിരുന്നത്. റസൂലുള്ള മരണപ്പെടും, റസൂലുള്ളക്ക് രോഗം വരും, റസൂലുള്ള സംസാരിക്കും, ചിരിക്കും. അതേപോലെ തന്നെ ഒരു മനുഷ്യനെന്ന വിചാരങ്ങളുമൊക്കെ പ്രവാചകനുണ്ടാകും എന്ന് വിശ്വസിച്ചവരായിരുന്നു സഹാബികൾ. ആ നിലക്കാണ് പ്രവാചകനോട് അവർ പെരുമാറിയിരുന്നത്. ആ റസൂലുള്ളയിലുള്ള വിശ്വാസം, അദ്ദേഹം അള്ളാഹുവിന്റെ ദൂതനാണ്, അതേപോലെ തന്നെ മനുഷ്യനാണ് എന്ന കൃത്യമായ വിശ്വാസമുണ്ടാവണം. ആ വിശ്വാസത്തിന്റെ ഭാഗമായി നബിയെ ബഹുമാനിക്കണം, നബിയെ സ്നേഹിക്കണം, ഒരു സംശയവും ആ കാര്യത്തിലില്ല. എന്നാൽ നബിയെ സ്നേഹിക്കുക എന്ന വ്യാജേന റബീഉൽ അവ്വൽ 12 പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുന്നത് അത് നബി പഠിപ്പിച്ചതല്ല, ഒരൊറ്റ സഹാബിയും ചെയ്തതല്ല, അത് സഹാബത്തിന്റെ പാതയിൽപ്പെട്ടതല്ല, മുൻഗാമികളുടെ മാതൃകയിൽപ്പെട്ടതല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലുള്ള വല്ല ഖലീഫമാരോ ഏതെങ്കിലും ഒരു സഹാബിയോ റബീഉൽ അവ്വൽ 12 പ്രവാചകന്റെ ജന്മദിനം കൊണ്ടാടിയിട്ടില്ല. തഴവ മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാർ പോലും പറഞ്ഞത് മൗലൂദ് കഴിക്കല് മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജറ 300 ശേഷം വന്നതാ. ഹിജറ 300 കൊല്ലങ്ങൾക്ക് ശേഷമുണ്ടായ ഒരു അനാചാരമാണ് മൗലൂദ് കഴിക്കുക എന്നത്. നബി ചെയ്തിട്ടില്ല, ആ സച്ചരിതരായ മുൻഗാമികളുടെ പാതയിൽപ്പെട്ടതല്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം. ഇതുപോലെ തന്നെ നിങ്ങൾ ഓർക്കുക. എന്നാൽ ചില ആളുകൾ സംശയം പറഞ്ഞേക്കും, എങ്കിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച തറാവീഹ് 23 റക്അത്ത് തറാവീഹ് അത് ചെയ്യേണ്ടതല്ലേ? അത് സച്ചരിതരായ മുൻഗാമികളുടെ സഹാബത്തിന്റെ മാതൃകയല്ലേ? അതെന്തുകൊണ്ടാണ് നിങ്ങൾ 23 തറാവീഹ് നമസ്കരിക്കണമെന്ന് പറയാത്തത്? അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്തൊരു റക്അത്ത്, ഒരു നമസ്കാരം, ഒരു നോമ്പ്, ഒരു ബാങ്ക് അതുണ്ടാക്കാൻ ഒരു ഖലീഫക്കോ ഒരു സഹാബിക്കോ ഒരു താബിക്കോ അല്ലാത്തവർക്കോ അധികാരമില്ല. അതുകൊണ്ട് തന്നെ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കലും നബിയുടെ സുന്നത്തിലില്ലാത്ത ഒരു റക്അത്ത് അധികം നമസ്കരിക്കില്ല. നബി 11 റക്അത്തിലധികം റമളാനിലോ അല്ലാത്ത കാലത്തോ രാത്രി നമസ്കരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവും അതേപോലെ തന്നെ മറ്റ് സഹാബികളും നമസ്കരിച്ചതായി സഹീഹായ സനദിലൂടെ സ്ഥിരപ്പെട്ടിട്ടില്ല. അമറ ഉമർ ഉബയ്യ ബിൻ കഅബ് വ തമീം അനിദ്ദാരി അൻ യഖൂമാ ലിന്നാസി ബി 11 റക്അ. 11 റക്അത്താണ് തമീമുദ്ദാരിയോടും ഉബയ്യ ബിൻ കഅബിനോടും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തറാവീഹായി
ആദ്യമായി റമദാൻ മാസത്തിൽ നമസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ചത്. ഈ സംഭവം ഇമാം മാലിക് തന്റെ മുവത്തയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഏറ്റവും സ്വീകാര്യമായ പരമ്പരയിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. അതുകൊണ്ട് ഉമർ ബിൻ ഖത്താബ് 11 കൽപ്പിച്ചതെങ്കിൽ അദ്ദേഹം 23 നമസ്കരിച്ചു എന്ന് പറയുന്നതിന്, നമസ്കരിക്കാൻ കൽപ്പിച്ചു എന്നതിന്, അദ്ദേഹത്തിന്റെ കാലത്ത് നമസ്കരിച്ചിരുന്നു എന്നതിന് യാതൊരടിസ്ഥാനവുമില്ല. നബി നമസ്കരിച്ചത് 11, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കൽപ്പിച്ചതും 11. അതാണ് സഹാബത്ത് നബിയുടെ കൂടെ നമസ്കരിച്ച് ശീലിച്ചു പോന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇമാം ഷാഫിയുടെ ഗുരുവര്യനായ ഇമാം മാലിക് പറയുന്നത്, അല്ലദീ ജമഅ അലൈഹിന്നാസ ഉമറു അഹബ്ബു ഇലയ്യ വഹിയ സ്വലാത്തു റസൂലില്ലാഹി വഹിയ 11 റക്അ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനങ്ങളെ ഏകീകരിച്ചത് എത്ര റക്അത്ത് നമസ്കരിക്കാനാണോ അതാണ് എനിക്ക് ഇഷ്ടം. കാരണം അതാണ് നബിയുടെ നമസ്കാരത്തിന്റെ റക്അത്തിന്റെ എണ്ണം. അത് 11 റക്അത്തായിരുന്നു എന്നാണ് ഇമാം മാലിക്കും പറയുന്നത്. എന്നിട്ട് ഇമാം മാലിക് പറയുന്നു, വലാ അദ്രി മിൻ ഐന ഉഹദിസ ഹാദർ റുകൂഉൽ കസീർ. ഈ 11-ലധികമുള്ള ഈ റക്അത്തുകളൊക്കെ എവിടെ നിന്നാണ് കടന്നുകൂടിയതെന്ന് എനിക്കറിഞ്ഞുകൂടാ. അപ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു 23 റക്അത്ത് നടപ്പാക്കി. മുൻഗാമികൾക്ക് അങ്ങനെ ഒരു പാത ഉണ്ടാക്കിയിട്ടില്ല. എന്നാ അത് പോകട്ടെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഒരു ബാങ്ക് നടപ്പാക്കിയിട്ടുണ്ടല്ലോ. വെള്ളിയാഴ്ച പള്ളിയിൽ വെച്ച് 2 ബാങ്ക്. സച്ചരിതരായ മുൻഗാമികളുടെ പാതയെപ്പറ്റി പറയുന്നവർ എന്തേ അതിനെപ്പറ്റിയൊന്നും പറയാതിരുന്നത്? അതുകൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പള്ളിയിൽ വെച്ച് 2 ബാങ്ക് കൊടുത്തിട്ടില്ല, കൊടുക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടില്ല. നേരെ മറിച്ച് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ചെയ്തത്, ആളുകൾ അധികരിച്ചു, അന്ന് വാച്ചില്ല, സമയമറിയാൻ മാർഗമില്ല, ദൂരദിക്കിലുള്ള ആളുകൾക്ക് വെള്ളിയാഴ്ച ഒരു അറിയിപ്പ് കൊടുക്കണം. അതിനെന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ സൗറാന്റെ മുകളിൽ വെച്ചുകൊണ്ട് ബാങ്കും ഇഖാമത്തുമല്ലാത്ത 3ാമത്തൊരു വിളി അധികരിപ്പിക്കുകയാണുണ്ടായത്. സൗറ എന്നാൽ അങ്ങാടിയിലെ ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ വീടാണെന്നും അങ്ങാടിയിലെ കുന്നിന്റെ മുകളിലുള്ള പാറക്കല്ലാണെന്നും വ്യത്യസ്തമായ അഭിപ്രായം ഇബ്നു ഹജർ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കുന്നിന്റെ മുകളിൽ വെച്ചുള്ള അറിയിപ്പായിരുന്നു. ആ അറിയിപ്പ് ബാങ്കാണോ അല്ലേ എന്ന് ഇമാം ഷാഫി സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഹദീസിൽ ബാങ്കാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ബാങ്കാവട്ടെ അല്ലാത്ത വിളിയാകട്ടെ, പള്ളിയിൽ വെച്ചല്ല ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നടപ്പാക്കിയത്. ആ നടപ്പാക്കിയതിനെപ്പറ്റി അന്ന് തന്നെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അന്നൽ അദാനൽ അവ്വല യൗമൽ ജുമുഅത്തി ബിദ്അ. ഇബ്നു അബീ ശൈബ തന്റെ മുസന്നഫിൽ റിപ്പോർട്ട് ചെയ്യുകയും ഇബ്നു ഹജർ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ എടുത്തുദ്ധരിക്കുകയും ചെയ്ത ആ വചനത്തിലുള്ളത്, വെള്ളിയാഴ്ച ദിവസം ആദ്യം കൊടുക്കുന്ന 2ാം ബാങ്കുണ്ടല്ലോ അത് ബിദ്അത്താണെന്നാണ് ഇബ്നു ഹജർ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പ്രതികരിച്ചിട്ടുള്ളത്. എന്നാൽ ഒരു മതാചാരം എന്നുള്ള നിലക്ക് അത് ചെയ്തിട്ടില്ല എന്നത് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് അത് ബിദ്അത്തായി തീരുന്നത്. അതോടൊപ്പം പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ചത് എന്തിനധികം ഇമാം ഷാഫി പറഞ്ഞത്, ഇമാം ഷാഫി പറഞ്ഞത്, قال الشافعي وقد كان عطاء ينكر أن يكون أحدثه عثمان ويقول إنما أحدثه معاوية. قال الشافعي وأيهما كان فالأمر الذي على عهد رسول الله أحب إلي. റസൂലുള്ളാഹിന്റെ കാലത്തുള്ള ഒറ്റ ബാങ്കാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഇമാം അതാ മുആവിയന്റെ കാലത്താണ് ഇത് ഉണ്ടായത് എന്ന് പറയുന്നുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ കാലത്താണെങ്കിലും മുആവിയയുടെ കാലത്താണെങ്കിലും ശരി, നബിയുടെ കാലത്തുള്ള ഒറ്റ ബാങ്ക് അതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതാണ് മുൻഗാമികളുടെ പാതയെന്ന് മനസ്സിലാക്കാമല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഷാഫി പണ്ഡിതന്മാര് പറഞ്ഞത്, എന്ത് ഫലം യുസർരിഹ് അഹദും ബിസുന്നിയതിഹി, ഈ ബാങ്ക് സുന്നത്താണെന്ന് ഒരാളും വ്യക്തമാക്കിയിട്ടില്ല.
വഗായതുമാ യുസ്തഫാദു മിൻഹു അന്നഹു മുബാഹ് ലാ സുന്ന. അങ്ങേയറ്റം ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് ഇത്തരം ഒരു പരിതോവസ്ഥ നിലനിൽക്കുന്നുവെങ്കിൽ അനുവദനീയമാണത്, ഒരറിയിപ്പ് എന്നുള്ള നിലക്ക് പറയാം, നൽകാം എന്ന് മാത്രം. അതല്ലാതെ സുന്നത്ത് അല്ലേ അല്ല എന്നാണ് ശാഫി പണ്ഡിതന്മാർ ഒക്കെ ഈ കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നബിയുടെ കാലത്ത് ഇല്ല, അബൂബക്കർ സിദ്ദീഖിന്റെ കാലത്തില്ല, ഉമർ ബിൻ ഖത്താബിന്റെ കാലത്തില്ല, ഉസ്മാൻ ബിൻ അഫ്ഫാന്റെയും അലി ബിൻ അബി താലിബിന്റെയും കാലത്ത് വെള്ളിയാഴ്ച പള്ളിയിൽ വെച്ച് 2 ബാങ്കില്ല. നേരെ മറിച്ച് ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ കാലത്ത് പള്ളിക്ക് പുറത്ത് വെച്ച് ബാങ്കാണെന്നും അല്ലെന്നും അഭിപ്രായമുള്ള ഒരു അറിയിപ്പ് ഉണ്ടായിരുന്നു. അത് സുന്നത്തല്ല, അത് അനുവദനീയമാണ്. ഈ വിളി കേട്ടെങ്കിലേ ആളുകൾ പള്ളിയിലേക്ക് വരൂ എന്ന അവസ്ഥ നിലനിൽക്കുന്നുവെങ്കിൽ എന്നാണ് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ നിലക്കാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഖുർആനും സുന്നത്തുമാണ് നമ്മുടെ പ്രമാണം, അതാണ് നേർമാർഗം. ആ മാർഗം മനസ്സിലാക്കി അതിലൂടെ ജീവിച്ചവരാണ് ആ സച്ചരിതരായ മുൻഗാമികൾ. അവർ ജീവിച്ച പോലെ അവരുടെ പാതയിലൂടെയാണ് നാം മുന്നോട്ട് പോവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അവർ വിശ്വസിച്ചത്, അവർ അനുഷ്ഠിച്ചത്, അവർ ആചരിച്ചത് എങ്ങനെ എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ ഒരൊറ്റ കാര്യം പറയട്ടെ. ഇതാ നമുക്ക് നോമ്പെടുക്കാനായി അറഫ നോമ്പ് ഇല്ലേ? എന്നാ അറഫ നോൽക്കേണ്ടത്? അഭിപ്രായ വ്യത്യാസങ്ങൾ. ചിലര് പറയും ഇത് മക്കയിൽ ഉള്ള ഹാജിമാര് അറഫയിൽ നിൽക്കുമ്പോൾ അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു പണിയാണ്, അതുകൊണ്ട് അവരവിടെ നിൽക്കുമ്പോ തന്നെ ഇവിടെ അത് ചെയ്യണം എന്ന്. സാധിക്കും അത് എല്ലാവർക്കും കൂടി ഈ ഐക്യദാർഢ്യത്തിന്? അവിടെ പകലാകുമ്പോ രാത്രിയുള്ള സ്ഥലം ലോകത്തില്ലേ? അവരെങ്ങനെ ഉറക്കത്തിലാ നോമ്പുവറ്റുകൊണ്ട് രാത്രി നോമ്പുവറ്റുകൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക? അപ്രായോഗികമായ കാര്യമാണത്. നമ്മളോടത് പറഞ്ഞിട്ടില്ല. ഇവിടെ യൗമു തർവിയ, യൗമു അറഫ, യൗമു നഹർ, അയ്യാമു തശ്രീഖ്, ഇങ്ങനെയാണ് പേര്. യൗമു തർവിയ പറഞ്ഞാൽ ഹാജിമാര് വെള്ളമൊക്കെ ശേഖരിച്ച് വെക്കുന്ന ദിവസം, ദുൽഹിജ്ജ 8-നാ. ഇതൊക്കെ ശേഖരിച്ചുകൊണ്ടാണ് മിനായിക്ക് പോകുക. അവർ അവിടെ എത്തിക്കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ 9-ന് അറഫയിലേക്ക് ചെല്ലും. അതാണ് 9-ന്റെ പേരാണ് യൗമു അറഫ. കാരണം അന്നത്തെ പ്രധാന പണി അറഫയിൽ നിൽക്കലാണ്. അത് കഴിഞ്ഞാൽ പിറ്റേന്ന് യൗമുൻ നഹർ 10-ന് എന്ത് ചെയ്യും? അറഫേന്ന് രാത്രി സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ നേരെ മുസ്ദലിഫയിൽ വന്നിട്ട് അവിടെയാണ് രാപ്പാർക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ എന്ത് ചെയ്യും? സുബഹിന്റെ ശേഷം മിനായിലേക്ക് തന്നെ തിരിച്ചു വരും. അന്ന് വന്നാൽ ചെയ്യാവുന്ന പണികൾ ജമറക്കെറിയല്, പിന്നെ ബലി അറുക്കല്, മുടിയെടുക്കല്, ഇഫാദത്തിന്റെ തവാഫ്, പിന്നെ തവാഫും സഅയുമൊക്കെ നിർവഹിക്കല്, ഇങ്ങനെയുള്ള പണികളാണ്. അന്നത്തെ പ്രധാനപ്പെട്ട ഒരു പണിയാണ് അറവ് എന്നുള്ളത്. അതുകൊണ്ടാണ് യൗമുൻ നഹർ, അറവിന്റെ ദിവസം എന്ന ആ ദിവസത്തിന് പേരിട്ടത്. പിന്നെയുള്ള 3 ദിവസം അയ്യാമു തശ്രീഖ് എന്ന. ഈ അറുത്ത മാംസം ഉണ്ടല്ലോ, അത് ചുട്ടും ഉണക്കിയും പൊരിച്ചുമൊക്കെ അത് വരും ദിവസങ്ങളിലേക്ക് സൂക്ഷിച്ചു വെക്കുന്ന പണിയും കൂടി ആ ദിവസങ്ങളിലുണ്ട്. അതുകൊണ്ടാണ് അയ്യാമു തശ്രീഖ്, അയ്യാമു അക്ലിൻ വശുർബ്. ആ ദിവസം നോമ്പ് വെക്കാൻ പാടില്ല, ഒരാളും ആ ദിവസം നോമ്പ് വെക്കാൻ പാടില്ല. കാരണം എന്താ? അത് തിന്നാനും കുടിക്കാനുള്ള ദിവസമാണ്, ആഘോഷിക്കാനുള്ള ദിവസമാണ് തിന്നുക കുടിക്കുക എന്ന് പഠിപ്പിച്ചത്. പക്ഷേ ഇതല്ലാതെ അത് യൗമു അറഫല്ലേ? യൗമു അറഫ എന്ന് പറഞ്ഞാൽ എന്താ? ജനങ്ങൾ അറഫയിൽ നിൽക്കുന്ന ദിവസം. ശരി, യൗമു അറഫന്റെ പിറ്റേന്ന് ഓർക്ക് യൗമുൻ നഹറ. ഇവിടെ അറഫയിൽ നിൽക്കുന്ന ദിവസം നോക്കിയിട്ട് നോമ്പെടുക്കുന്ന ആൾക്കാരുണ്ട്. പിറ്റേന്നോ ഓർക്ക് പെരുന്നാൾ ഉണ്ടാവില്ല. പിറ്റേന്ന് ഇവിടെ 9 അങ്ങനെ നോൽമ്പുമില്ല, ഒന്നുമില്ല, നിൽക്കും. അതിന്റെ പിറ്റേന്നാ പെരുന്നാൾ. ഇങ്ങനെയല്ല നബി പഠിപ്പിച്ചെന്ന യൗമു അറഫന്റെ പിറ്റേന്ന് യൗമുൻ നഹറ. അതേപോലെ അറഫാദിനെ നോമ്പിട്ടിട്ട് പിറ്റേന്ന് പെരുന്നാള് ആഘോഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോ യഥാർത്ഥത്തിൽ യൗമു എന്നുള്ളത് താരീഖിന് ഉപയോഗിക്കുന്ന കിതാബ് ഓതിയ നഹ്വ് പഠിച്ച ആളുകൾക്കൊക്കെ അറിയാം. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞത് എന്താ അറിയോ? വെറുതെ ആശയക്കുഴപ്പമോ ഒക്കെ ഉണ്ടാക്കിയിട്ട് ചെയ്യേണ്ട. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എക്കാലത്തേക്കും പ്രായോഗിക. ഇന്നിപ്പോ നമുക്കിവിടെ ഈ സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അവിടെ ഹജ്ജ് ചെയ്യണത് നമ്മൾ ഇവിടുന്ന് നോക്കിക്കാണുക. അതിൻ്റെ ഇടയ്ക്ക് ജംറയെന്ന് ഒരാൾ വീണിട്ട് അപകടം സംഭവിക്കുന്നത് അവിടുത്തെ ഹാജി അറിയണില്ല, ഇവിടെ നമ്മൾ കണ്ണുകൊണ്ട് നോക്കിക്കാണുക. നമ്മളെ പാർലമെന്റ് ആക്രമണം നടക്കുന്നത് ഇവിടെ കേരളത്തിലുള്ള നമ്മൾ അറിയണില്ല. ഗൾഫിൽ നിന്ന് ഇങ്ങനെ TV നോക്കിങ്ങാണ്ട് ലൈവായിട്ട് കണ്ടുകൊണ്ട് ഇങ്ങോട്ട് വിളിച്ചു പറയുമ്പോഴാ നമ്മളെ താജ് ഹോട്ടലിൽ ആക്രമണം നടന്നത് നമ്മളറിഞ്ഞത് എപ്പോഴാ? അവിടുന്ന് ഇങ്ങോട്ട് ഫോണ് വന്നപ്പോഴല്ലേ. ഇതാണ് കാലം. അപ്പൊ ഇന്നതിന് കഴിയെങ്കിലും നാളെ ഇതൊക്കെ ഒരു മിസൈൽ ഒരാൾ കണ്ടുപിടിച്ചാൽ ഇപ്പുറത്തെ ഒരു പാട്രിയോട്ടാണ്. അതേപോലെ തന്നെയാണ് ഇവിടെ നെറ്റിൽ പുതിയൊരു സൗകര്യം കണ്ടുപിടിച്ചാൽ അതിനെതിരിൽ വേറെ ഒരു സാധനത്തിന് അങ്ങോട്ട് എഴുതി വിട്ടിട്ട് ഡും എന്ന് പറഞ്ഞാൽ അതിന്റെ പണി കഴിക്കണ കാലാണിത്.
അപ്പോൾ ഈ കാരണത്താൽ എക്കാലത്തും ഇതൊക്കെ തന്നെ ഇന്നത്തെ പോലെ മനസ്സിലാക്കാൻ സൗകര്യമുള്ള കാലം ഉണ്ടാവും, ഇല്ലാത്ത കാലം ഉണ്ടാവും. അറിയുന്നവനുണ്ടാകും, അറിയാത്തവനുണ്ടാകും. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് പോലത്തെ കാര്യങ്ങൾ ഇബാദത്താണ്. അത് ഏത് കാലത്തേക്കും സാർവകാലികം സാർവജനീകം എന്നൊക്കെ പറഞ്ഞ എല്ലാ ജനങ്ങൾക്കും എല്ലാ കാലത്തും ഒരുപോലെ പ്രാവർത്തികമാക്കാവുന്ന രൂപത്തിലാണ് നടപ്പാക്കിയത്. അങ്ങനെ മനസ്സിലാക്കി അത് അനുഷ്ഠിക്കുക, ആവശ്യമില്ലാത്ത വ്യാഖ്യാനങ്ങൾ ഒഴിവാക്കുക. ആ സച്ചരിതനായ മുൻഗാമികളുടെ പാത അവര് സ്വീകരിച്ചാചരിച്ച മാർഗം അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അതൊക്കെ ഒഴിവാക്കിയിട്ട് അത് ഇന്ന ഇമാമ് പറഞ്ഞതാണ്, മറ്റേ ഹോജ പറഞ്ഞതാ, ഈ കിതാബിലുണ്ട്, ആ തങ്ങള് പറഞ്ഞ്, ഈ ഉസ്താദ് പറഞ്ഞ്, ആ ഉസ്താദും വേണ്ട, ഈ ഹോജും വേണ്ട, ഈ ഇമാമും വേണ്ട, ഈ കിതാബും വേണ്ട. നബിയിൽ നിന്ന് സഹാബത്ത് എങ്ങനെ കേട്ടു, എങ്ങനെ മനസ്സിലാക്കി, എങ്ങനെ ഗ്രഹിച്ചു, എങ്ങനെ സ്വീകരിച്ചു, എങ്ങനെ ആചരിച്ചു, അതുപോലെ അതാണ് തലമുറകളിലൂടെ നിലനിന്ന് വന്നിട്ടുള്ളത്. ആ പ്രമാണമില്ലാത്തൊരു പണി ഇവിടെ ആര് ചെയ്താലും അത് സച്ചരിതരായ മുൻഗാമികൾ കേട്ട് മനസ്സിലാക്കി സ്വീകരിച്ച് ആചരിച്ചതല്ല, അത് നമുക്ക് വേണ്ട എന്ന് വെക്കാനുള്ള ഒരു സന്മനസ് നമുക്കുണ്ടാവുക. ആദ്യമോദിയ ആയത്ത് അവസാനമായി കേൾപ്പിച്ച് വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കട്ടെ. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ. സന്മാർഗം ഇന്നതാണ്, ഖുർആനും സുന്നത്തും ഇന്നതാണ്, ശരിയായ വഴി ഇന്നതാണ് എന്നൊരാൾക്ക് ബോധ്യപ്പെട്ടു മനസ്സിലായി. എന്നിട്ട് റസൂലുള്ള പഠിപ്പിച്ചു തന്ന ആ മാർഗത്തിന് ഒരാൾ എതിര് പ്രവർത്തിച്ചാൽ മുഅ്മിനീങ്ങളുടെ മാർഗം, സജ്ജനങ്ങളുടെ മാർഗം അത് പിൻപറ്റാതിരിക്കുകയും ചെയ്താൽ, അതല്ലാത്തത് പിൻപറ്റുകയും ചെയ്താൽ നുവല്ലിഹി മാ തവല്ല, ഓൻ പോണ വഴിക്ക് അവനെ തിരിച്ചുവിടും. വനുസ്ലിഹി ജഹന്നം, നരകത്തിൽ അവനെ പ്രവേശിപ്പിക്കും. വസാഅത്ത് മസീറ, അതെത്ര ചീത്തയായ സങ്കേതമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനും സുന്നത്തും ശരിയായ രൂപത്തിൽ കേട്ട് ഗ്രഹിച്ച് സ്വീകരിച്ചാചരിച്ച സഹാബികളെ, ആ സജ്ജനങ്ങളുടെ, ആ സലഫ് സാലിഹികളുടെ പാത പിൻപറ്റി ജീവിച്ച് അവരെപ്പോലെ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യം നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ സംഭവിച്ചു പോയ വീഴ്ചകൾ വിശ്വാസരംഗത്തും കർമാനുഷ്ഠാനങ്ങളിലും സ്വഭാവ വ്യവഹാര രംഗങ്ങളിലൊക്കെ സംഭവിച്ചത് അള്ളാഹു മാപ്പാക്കി തെരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. രോഗം കൊണ്ട്, കടം കൊണ്ട്, മറ്റു മുസീബത്തുകൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് ശമനവും ആശ്വാസവും പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. وصلى الله وسلم على نبينا محمد وآله وصحابته أجمعين. والسلام عليكم ورحمة الله وبركاته.